ആര് വന്നാലും പോയാലും ചുവപ്പുകോട്ട തകരില്ല എന്ന് ഇടതുപക്ഷക്കാർ ആത്മവിശ്വാസത്തോടെ പറയുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ. അത് അവിടെ വെറും ഒരു അവകാശവാദമല്ല. 1991 മുതൽ ഇത് ഇടതുപക്ഷത്തിൻ്റെ കോട്ട തന്നെയാണ് എന്ന് മാത്രമല്ല, 2016 കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ്, ഇപ്പോഴില്ലെങ്കിലും ആവുന്ന കാലത്ത് അണികളിൽ ആവേശമുണർത്തിയ നേതാവ് കെ സുധാകരൻ ആഞ്ഞു പിടിച്ചിട്ട് പോലും ഇളകാതെ എന്ന മണ്ഡലമാണ് ഉദുമ. അപ്പോൾ പിന്നെ അത് വെറും ഒരു അവകാശവാദമല്ല. ആ ഉദുമയിൽ കഴിഞ്ഞ തവണ കരുത്തനായ CH കുഞ്ഞമ്പുവിനെ വെള്ളം കുടിപ്പിച്ചാണ് കന്നി അംഗത്തിനിറങ്ങിയ ബാലകൃഷ്ണൻ പെരിയ പരാജയം സമ്മതിച്ചത്. ആദ്യമെല്ലാം മുന്നിട്ട് നിന്ന ബാലകൃഷ്ണൻ അവസാന റൗണ്ടുകളിലാണ് 13,322 വോട്ടുകൾക്ക് പുറകോട്ട് പോയത്. പക്ഷെ അതെല്ലാം ഇപ്പോൾ പഴങ്കഥയായി മാറുകയാണ്. പിണറായിയുടെ 10 വർഷത്തെ ഭരണത്തിലൂടെ ഇടതിൻ്റെ പല കോട്ടകളും തകർന്നതിനൊപ്പം ഉദുമയിലും വിള്ളൽ വീണു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ചെമ്മനാട്, ദേലമ്പാടി, വേദടുക്ക, മുളിയാർ, കുറ്റിക്കോൽ, പള്ളിക്കര, പുല്ലൂർ പെരിയ, ഉദുമ എന്നീ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഉദുമ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെയും ഫലം പരിശോധിക്കുമ്പോൾ UDFകാർക്ക് ഇവിടെ പ്രതീക്ഷ കുറച്ചല്ല, വളരെ കൂടുതലാണ്. കാരണം പണ്ട് പെരിയ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്തുകൾ മാത്രമാണ് UDFനൊപ്പം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ സ്ഥിതി അതല്ല. CPM കാലങ്ങളായി ഭരിച്ചിരുന്ന ദേലമ്പാടി UDF പിടിച്ചെടുത്തു. മുളിയാർ UDFലേക്ക് പോയി. വേദടുക്ക എതിരാളികളില്ലാത്ത പഞ്ചായത്തായിരുന്നു. ഒറ്റ UDFകാരനെയും അടുപ്പിക്കാത്ത പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ കള്ളവോട്ടുകൾ നടക്കുന്ന പഞ്ചായത്ത്. എന്നിട്ടും അവിടെ ചരിത്രത്തിൽ ആദ്യമായി 2 സീറ്റ് UDFന് കിട്ടി. CPMൻ്റെ സ്വന്തം പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന പള്ളിക്കരയിൽ വെറും 1 സീറ്റിൻ്റെ ലീഡിലാണ് അവർ ഭരണം നടത്തുന്നത്. ഉദുമയിൽ 12 സീറ്റ് UDFനും 11 സീറ്റ് LDFനും കിട്ടിയിട്ടും അവിടെ UDFൻ്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ തന്നെ വോട്ട് അസാധുവായതോടെ നറുക്കെടുപ്പിലൂടെ നേടിയ വിജയത്തിലാണ് LDF ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഇത്തവണ ഉദുമയും LDFന് വലിയ പ്രതീക്ഷയൊന്നും നൽകുന്നില്ല എന്നോർക്കണം. പക്ഷേ ഒരു കാരണവശാലും ഉദുമ നഷ്ടപ്പെടരുത് എന്ന ദൃഢനിശ്ചയത്തിലാണ് CPM അവിടെ ഇപ്പോൾ തന്നെ വൻ പ്രചാരണ പരിപാടികൾ നടത്തുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അപകടം മണത്തറിഞ്ഞ CPM പ്രവർത്തകർ അവിടെ വിശ്രമമില്ലാതെയാണ് പാർട്ടിക്ക് വേണ്ടി വിയർപ്പൊഴുക്കുന്നത്. ഉദുമയിലെ വിജയത്തിനായി ഏതറ്റം വരെയും പോകാനും അവർ തയ്യാറാണ് താനും. അവിടെ നിലവിലെ MLA CH കുഞ്ഞമ്പു തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ 2 ടേമുകൾ കഴിഞ്ഞു. 3-ാം അംഗത്തിന് അവസരം കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അദ്ദേഹമാണെങ്കിൽ മണ്ഡലത്തിലെ ജനസമ്മതനായ നേതാവാണ്. വിജയസാധ്യതയും കൂടുതലാണ്. പക്ഷേ ഇടതുപക്ഷത്തിലെ INL ഇത്തവണ കാസർഗോഡ് മാറ്റി കുറെ കൂടി വിജയസാധ്യതയുള്ള ഉദുമ തങ്ങൾക്ക് വേണമെന്ന വാദവുമായി ഇപ്പോൾ തന്നെ സജീവമാണ്. അവർക്ക് കഴിഞ്ഞ തവണ നൽകിയ കാസർഗോഡ്, വള്ളിക്കുന്ന്, കോഴിക്കോട് സൗത്ത് എന്നീ 3 മണ്ഡലങ്ങളിൽ കോഴിക്കോട് സൗത്ത് മാത്രമാണ് അല്പം വിജയസാധ്യതയുള്ളത്. അവിടെ അഹമ്മദ് ദേവർകോവിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണ അത് പോരാ, കുറെ കൂടി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ വേണമെന്നാണ് അവരുടെ വാദം. LDF ഇതിൽ എന്ത് തീരുമാനമെടുക്കും എന്ന് പറയാനാവില്ല. UDF പക്ഷത്തേക്ക് വരുമ്പോൾ പ്രവർത്തനം വിലയിരുത്തുകയാണെങ്കിൽ അവർ അവിടെ ഇതുവരെ ഉണർന്നു കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദുമയിൽ തന്നെയുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അതിന് പ്രധാന കാരണം ഉദുമയിലെ സ്ഥാനാർത്ഥി ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്നതാണ്. എങ്കിലും DCC പ്രസിഡന്റായിരുന്ന ഹക്കീം കുന്നിലിനാണ് സാധ്യത തെളിഞ്ഞു വരുന്നത്. അതേസമയം നീലകണ്ഠൻ, PP പ്രദീപ് കുമാർ എന്നീ പേരുകളും അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നാണ് അറിവ്. സത്യം പറയാമല്ലോ, ഇത് ഉദുമയിലെ മാത്രമല്ല, കാസർഗോഡ് ജില്ലയിലെ UDFലെ ഒരു പൊതു പ്രശ്നമാണ്. നേതാക്കൾക്കിടയിൽ യോജിപ്പില്ലായ്മയും പരസ്പരമുള്ള പാരപണിയലുമെല്ലാം അവിടെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതിൻ്റെ ഒരു ഇരയാണ് ഉദുമയിലെ മുൻ സ്ഥാനാർത്ഥിയും കോൺഗ്രസിലെ തീപ്പൊരി പ്രസംഗകനുമായ ബാലകൃഷ്ണൻ പെരിയ. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നയിച്ചത് ഈ പരസ്പരമുള്ള തമ്മിൽ തല്ലാണ്. അതിന് കുറേയൊക്കെ വഴിമരുന്നിടുന്നത് മുതിർന്ന നേതാക്കളായ കെ സുധാകരനും ഉണ്ണിത്താനുമൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ച് അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലാത്ത മണ്ഡലമാണ് ഉദുമ. വോട്ടിൻ്റെ നില വെറും 12.31% മാത്രമുള്ള മണ്ഡലം. കഴിഞ്ഞ തവണ BJPയുടെ A വേലായുധൻ സ്ഥാനാർത്ഥിയായപ്പോൾ കിട്ടിയത് വെറും 20,360 വോട്ടുകൾ മാത്രമാണ്. അതുകൊണ്ട്
ആര് നിർത്തിയാലും അവിടെ വിജയസാധ്യതയൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ അവർ മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ കഴിയുകയും ചെയ്യും. അതിനുള്ള സാധ്യത എത്രമാത്രം എന്ന് ഇപ്പോൾ പറയാനാവില്ല. കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്ത മത്സരം ഉദുമയിലുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF ഉദുമ പിടിച്ചെടുക്കാനുള്ള സാധ്യതയും കുറവല്ല.